ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ്. എത്ര നമ്മൾ ഫ്രീ ആക്കിയാലും 1-2 ദിവസം കൊണ്ട് നമ്മുടെ സ്റ്റോറേജ് അങ്ങ് ഫുള്ളാകും. എത്ര വലിയ GB ഉള്ള മൊബൈൽ ഫോൺ വാങ്ങിയാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു പ്രശ്നം കാര്യമായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഒരുപാട് ആപ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഫോണിലുള്ള ആപ്പുകളാണ് ഇതെല്ലാം. ഇത് ഇത്രയും ആപ്പുകൾ ഞാൻ സ്ഥിരമായി ഉപയോഗിക്കാത്ത ആപ്പുകളും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളുമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആപ്പുകൾ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മുടെ മെമ്മറി കാർഡിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആപ്പുകൾ വർക്ക് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല നിങ്ങളുടെ ഫോണിൽ നിന്ന് ആ ആപ്പ് നിങ്ങളുടെ മെമ്മറിയിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഓരോ ആപ്പിനും 300 MB 200 MB ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ആപ്പുകൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമില്ലാത്ത ആപ്പുകളൊക്കെ വേണമെങ്കിൽ മെമ്മറി കാർഡിലേക്ക് മാറ്റിയിട്ട് മെമ്മറി കാർഡിൽ വെച്ച് നിങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയെന്നാണ് കാണിക്കുന്നത്. വളരെ യൂസ്ഫുള്ളാണ്. ഒരുപാട് പേര് പല വീഡിയോക്കകത്തായിട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ SD കാർഡിലേക്ക് എങ്ങനെയാണ് ആപ്പുകൾ മാറ്റുക, എന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ആപ്പ് ഉപയോഗിക്കാമെന്ന്. അപ്പോൾ അതാണ് നമ്മൾ കാണിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സാണ് ഓപ്പൺ ചെയ്യേണ്ടത്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ നിങ്ങൾ എബൌട്ട് ഫോൺ എന്നുള്ള ഓപ്ഷൻ കാണും. ഇതുപോലെ എബൌട്ട് ഫോൺ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ബിൽഡ് നമ്പർ എന്നോ അല്ലെങ്കിൽ കേണൽ വേർഷൻ എന്നോ MIUI വേർഷൻ എന്നോ കാണാൻ സാധിക്കും. കാണുന്ന ഭാഗമാണ്. ഞാൻ ഓപ്പോ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വേർഷൻ എന്ന് കാണുന്ന ഈ ഭാഗത്ത് അവസാനം കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഏറ്റവും മുകളിൽ വേർഷൻ നമ്പർ എന്ന് കാണും. ഇവിടെയാണ് നിങ്ങളുടെ ബിൽഡ് നമ്പർ കാണാൻ സാധിക്കുക. MIUI വേർഷൻ എന്നൊക്കെ കാണാൻ സാധിക്കുക. ഇത് 7 തവണ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഫീച്ചർ എനേബിൾ ആയത് കാണാൻ സാധിക്കും. ഡെവലപ്പർ ഓപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൻ്റെ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അഡീഷണൽ സെറ്റിങ്സ് എന്ന് കാണുന്ന ഭാഗത്ത് പോയാലും നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഡെവലപ്പർ എന്നുള്ള DEV എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ എനിക്ക് കാണാം ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള സെറ്റിങ്സ് ഇത് അവിടെ കാണാം. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് വോയിസ് അലോ ആപ്സ് ഓൺ എക്സ്റ്റേണൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. വോയിസ് അലോ ആപ്പ് ഓൺ എക്സ്റ്റേണൽ എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങളിതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ആപ്സ് എന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ കാണാൻ സാധിക്കും. ഞാനിവിടെ എൻ്റെ മൊബൈൽ ഫോണിൽ ആപ്സ് എന്നാണ് കാണുന്നത്. ചില ഫോണിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്ന് കാണും. ഈ ആപ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണാൻ ആപ്ലിക്കേഷൻ മാനേജർ എന്നുള്ള ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് കാണും. ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫോണിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ അല്ലെങ്കിൽ ആപ്സ് എന്നോ കാണും. നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ആപ്പുകളും കാണുന്ന ഈ ഒരു ഭാഗത്ത് ആണ് നമ്മൾ എത്തുന്നത്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണും. ഈ സ്റ്റോറേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് SD കാർഡിലേക്കുള്ള മാറ്റാനുള്ള ഓപ്ഷൻ ഈ ഒരു ഓപ്ഷൻ കാണും. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് SD കാർഡിലേക്ക് ആപ്പുകൾ മാറ്റാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്പുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. എപ്പോഴാണ് നിങ്ങളുടെ ഫോണിൽ നിന്ന് മെമ്മറി കാർഡ് റിമൂവ് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ആപ്പ് വർക്ക് ചെയ്യില്ല. അപ്പോൾ SD കാർഡ് ഉള്ളിടത്തോളം കാലം നിങ്ങൾ SD കാർഡിലേക്ക് മാറ്റുമ്പോൾ ഈ ഒരു ആപ്പ് കൃത്യമായി വർക്ക് ചെയ്യും. ഈ ഒരു ആപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സ്റ്റോറേജ് പ്രശ്നം നിങ്ങൾക്ക് SD കാർഡിലേക്ക് മാറ്റി നിങ്ങളുടെ ഫോണിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.